ഹായ് ഗോയ്സ്, നമ്മളപ്പോൾ എന്നത്തെയും പോലെ ഇന്നും ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബെന്നി ചാച്ചനും ബിജു ചാച്ചനും വന്ന് പപ്പായായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചുമല ടീഷർട്ട് ഇട്ട് എൻ്റെ ഒരു മാസ്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇതാണ് നമ്മുടെ യാത്രക്കുള്ള ശകടം. നമ്മളെന്തായാലും കണ്ണാടിയൊക്കെ വെച്ച് മാസ്ക് കാണിച്ച് കുറച്ച് കൂളായിട്ട് AC ഒക്കെ ഇട്ട് നേരെ പോകുന്നത് മറ്റെങ്ങോട്ടുമല്ല, ഡിക്കാത്ലോണിലോട്ടാണ്. ഡിക്കാത്ലോൺ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങിയേക്കാം. ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന ഒരവസ്ഥ ഓർക്കുമ്പോൾ എന്തായാലും നമുക്ക് 3 പേർക്കും പോകാം. 3 പേര് പോയാൽ മൂഞ്ചും എന്നാണ് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. ജിബിൻ സാറിനൊരു ഷൂസ് എടുക്കാൻ വന്ന പാളിപ്പോയി. അതിൻ്റെ വിഷമത്തിലാണ് പുള്ളി നടക്കുന്നത്. എന്തായാലും കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ ഭംഗിയാകുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് കണ്ണാടി വെച്ച് പരീക്ഷിച്ചിരിക്കുകയാണ് പുള്ളി. എന്തായാലും ബില്ലൊക്കെ എടുത്ത് റിയൽ വേഴ്സസ് റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുവാണ്. റിയാലിറ്റിയിലൊന്നും നടക്കൂല. തിരിച്ചു വന്നപ്പോൾ നമ്മളൊന്ന് ജ്യൂസി കയറി. എന്തായാലും അതും മൂഞ്ചി ജ്യൂസി. നമ്മൾ വിചാരിച്ച സാധനം അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ നമ്മൾ ഹോം ഫ്ലേവേഴ്സിൽ വന്ന് ആസ് യൂഷ്വൽ കട്ട്ലേറ്റും കാപ്പിയും കുടിക്കാനുള്ള പ്ലാനാണ്. ഡയറ്റ് ഡേയ്സിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പുള്ളി അതിവിശാലമായി കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഡയറ്റാണ്. പുള്ളി ഇതേ വീണ്ടും ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു ആചാരത്തിനുടമയാണ് ജിബിൻ സാർ. വിഷയത്തെ തന്നെ മാറാതെ മെയിൻ റോഡിൽ കൂടെ വളരെ മാസ് കാണിച്ച് നമ്മൾ ജിബിൻ സാറിന് ഷൂസ് എടുക്കാൻ വേണ്ടി അടുത്ത കടയിൽ എത്തിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ 2 കളറുകളിൽ ആകൃഷ്ടനായ പുള്ളി ഒരു കളർ ചൂസ് ചെയ്ത് സന്തോഷത്താൽ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് നമ്മൾ മഴ പെയ്യാൻ സാധ്യതയുള്ള കാര്യം ശ്രദ്ധിച്ചത്. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പുള്ളി മേടിച്ച സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോയിരിക്കണം. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ ഗൈസ്.